പാസ്റ്റർമാർ ശ്രമിക്കാനും പാസ്റ്റർമാർക്ക് നമ്മളെ അടിക്കാൻ അധികാരമുണ്ട് അല്ലേ? പാസ്റ്റർമാർക്ക് ഹെഡ് പാസ്റ്റർമാർക്കും നമ്മളെ അടിച്ച് ഉരിച്ച് മുട്ടത്തോട് തോടും അതിന്റെ അകത്തുള്ള തോടും കൂടെ ചെറിയ വെള്ളത്തോടും കൂടെ മുട്ട വിഴുങ്ങാനും അവർക്ക് അധികാരമുണ്ട്. ഇതൊക്കെ തന്നിട്ട് പുറത്തിരിക്കണം അത്രയും നമുക്ക് തന്നിട്ട് എന്തിന് അകത്തിരിക്കണത് അവർക്ക് തിന്നാനും അധികാരം. നമ്മൾ അതിന് കളിയാക്കാനൊന്നിനും പോകില്ല. തോടെങ്കിലും നമുക്ക് തന്നല്ലോ എന്ന് വർണ്ണിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതാനും പറ്റൂലേ? ദൈവത്തിന്റെ സന്നിധി വളരെ ശ്രദ്ധിക്കണം. ഞാൻ ആരെയും ദോഷത്തിന് ദോഷം പറയുന്നവല്ല. അടുത്ത കർത്താവിന്റെ ഒരു വെളിപ്പാടോടുകൂടി ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിക്കണം. നമുക്കാരും വിധിക്കാൻ അധികാരമില്ല. വിധിക്കുന്ന മനുഷ്യ നീ എന്തിന് വിധിക്കുന്ന നിന്നെ തന്നെ വിധിക്കാത്തതാണ് കർത്താവ് ചോദിക്കുന്നത്. പ്രൈസറോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അതിന്റെ ഇത് ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ അതിന്റെ 36, 37, 38 ആ വാക്യം ഒന്ന് വായിച്ചാൽ പേഴ്സ് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ പിതാവ് ആര് പറയുന്നു? യേശു ക്രിസ്തു പറയുന്നു. നോക്കണോ, കർത്താവ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പറയുന്നത് നിങ്ങളുടെ പിതാവ് മനസ്സലുള്ളവനാകിയാൽ നിങ്ങളും മനസ്സലുള്ളവനായിരിപ്പിൻ. അടുത്ത വാക്യം, വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കത്തില്ല. അടുത്ത വാക്യം, ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങളെയും. അപ്പൊ നോക്ക്, യേശു ക്രിസ്തു പറയണതാണ് നിങ്ങൾ വിധിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളെയും വിധിക്കില്ല. നിങ്ങൾ വിധിക്കാതിരുന്നാൽ നിങ്ങളെയും വിധിക്കത്തില്ല. പ്രേക്ഷണം, നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കരുത് നിങ്ങളെയും. അപ്പൊ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ആരാണ്? സ്വർഗീയ ദൈവം നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കാതിരിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്. അവൻ ശിക്ഷിച്ച ന്യായവിധി അവന്റെ കയ്യിൽ കൊടുത്തേക്കാണ് ദൈവം. അപ്പോൾ ന്യായവിധി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ന്യായവിധി നമ്മൾ ഭയപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങൾ, ദൈവത്തിന്റെ പുത്രനായ രാജാവായിരിക്കണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ കൊടുത്തിരിക്കുന്ന ന്യായവിധി അത് മറന്നു പോകരുത്. ന്യായവിധി ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. ഒരു ന്യായവിധി ദിവസം ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. ന്യായവിധി കർത്താവ് ആരാണ് എന്നുകൂടെ മനസ്സിലായിക്കൊള്ളണം. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് അവന് ഈ സകല അധികാരങ്ങളും കൊടുത്തിരിക്കുന്നത് നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഭയപ്പെടണം. ഈ നാവിന്റെ മേലിൽ വരുന്ന വാക്കുകളെല്ലാം തേനിനെ പോലെ മധുരമുള്ളതായിരിക്കണം, ഇன்பമായിരിക്കണം. തേനിൽ കലർപ്പില്ലാത്തത്. തേനീച്ച കൂട്ടിനകത്തിരിക്കുമ്പോൾ അത് തേൻ ഉറയ്ക്കകത്ത് യാതൊരു കലർപ്പുമില്ല. ഇന്നത്തെ കാലത്ത് അത് തേനീച്ച വളർത്തുന്ന വ്യക്തികൾ ആ തേന് ശേഖരിക്കുമ്പോൾ മിഷൻ എടുത്ത് വെച്ചിട്ട് അറകൾ അതിനകത്ത് കയറ്റി വെച്ചിട്ട് കറക്കുമ്പോൾ ആ തേനിന് ഈ അറയ്ക്കകത്തിരിക്കുന്ന തേന് കമ്മി ആദ്യം പിച്ചാത്തി കൊണ്ട് ആ മേൽഭാഗം അറുത്ത് കളഞ്ഞിട്ടാണ് അവന് എടുത്ത് വെച്ചിട്ട് നാട്ടി. അല്ലാതെ ആ തേന് ഒരിക്കലും ഇതിന് വെളിയിൽ വരില്ല. പിച്ചാത്തി കൊണ്ട് ആ മേൽഭാഗം എന്ത് ചെയ്യണം? മെഴുകിനെ അറുത്ത് മാറ്റി കഴിഞ്ഞ് എന്നിട്ട് അത് കളയല്ല. അതെന്ത് ചെയ്യും? അത് പാത്രം ശേഖരിക്കും. അതാണ് മിടുക്കന്മാർ. അത് അടുത്ത് കളയല്ല. അതിലെല്ലാം ഓരോ അംശങ്ങളും എന്ത് ചെയ്യും? അതിന്റെ മെഴുകിന് പോലും എന്ത് ചെയ്യണം? ഭയങ്കര പവറാണ്. ആ മെഴുക് ഒരു മുറിവില് വച്ച് തേച്ച് കൊടുത്താൽ മെഴുക് തേനല്ല. ഞാൻ മെഴുകിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനൊന്ന് ഇങ്ങനെ കൈകൊണ്ട് ഞരട്ടിയിട്ട് ആ മുറിവിലൊന്ന് തേച്ച് കൊടുത്താൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. മനസ്സിലായ? ആ നിലയിലാണ് പ്രൈസ്. അപ്പൊ തേനേക്കാൾ മധുരമായ തിരുവൽ ഇത് മാത്രമാണ് നമ്മൾ വേദി വരാൻ. എന്നിട്ട് അതിന് അത്രയും കറക്കി അത് എടുത്തിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നല്ലെണ്ണയും കരിപ്പട്ടിയും കൂടെ പാവ് കാച്ചും വൃത്തിയായിട്ട് പ്രൈസലോ. നല്ലെണ്ണയും ഇതുമായിട്ട് കാച്ചിട്ട് ഒരു മരുന്ന് കുന്തിരിക്കത്തിന്റെ ലേശാംശങ്ങളും വേറെ ഒരു സാധനം കൂടി, ആ സാധനത്തിന്റെ പേര് തൽക്കാലം പറയുന്നില്ല, അതും കൂടെ ചേർത്തുകൊണ്ട് ഇവരെ അതിനെ ഒന്ന് മിക്സ് വീണ്ടും ചെയ്യും. എന്നിട്ട് അതിനെ തെളിയിക്കാൻ വയ്ക്കും. അത് കുറെ കൂടെ കലർത്തിയിട്ട് മറ്റൊരു സാധനം ലായനി കൂടെ ചേർത്തിട്ട് ഇവനെ കലക്കിയെടുത്ത് മാറ്റി വെച്ച് ആ തേനിന്റെ രൂപത്തിലാക്കും. നല്ലെണ്ണ ആണ് ഈ തേനിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഇനി തേനിന്റെ മണം വരാൻ മറ്റൊരു ആവശ്യങ്ങളുണ്ട്. ആ സാധനം കൂടെ ചേർത്ത് ഈ മറ്റേ ഇവർ ചെയ്ത ലായനിയും കൂടെ ചേർത്ത് ഇവരെ ഒരുമിച്ച് മുക്കുമ്പോൾ ഒരു കുപ്പിയിൽ ഒറിജിനൽ തേനും വെച്ച് ഇപ്പോഴത്തെ കുപ്പിയിൽ ഈ തേനും ഇവർ കലർത്തിയ തേനും എടുത്ത് വെച്ചാൽ രണ്ടും അപ്പനും മോനും പോലെ, അപ്പനും പോലെ. നീ കൈയിട്ട് നക്കിയ രണ്ടും ഒരുപോലെ. മനസ്സിലായ? അല്ലെങ്കിൽ അവർക്കത് മുതലാവില്ല. ഒറിജിനൽ തേൻ കൊടുത്തിട്ട് ഒരു തേങ്ങ 750 രൂപ കുഴപ്പത്തിലാണ് ലാഭം. 300 രൂപയ്ക്ക് കലർപ്പും കയറ്റിയിട്ട് അത് 150 രൂപ കയറ്റി അതിന് 450 രൂപ കയറ്റി 1100 രൂപയ്ക്ക് കൊടുക്കണം പച്ചവെള്ളത്തിനും ഇതിനും കരിപ്പട്ടി ആയിരമാണ് തേൻ. അതാണതിന് ഞാൻ കൊടുക്കുന്ന പരസ്യത്തിനും തേൻ തൊഴിൽ ചെയ്യുന്ന പലർക്കും ഇത് അറിയാൻ പറ്റും. എൻ്റെ അപ്പൻ തേനുമായിട്ടുള്ളൊരു ബന്ധമുള്ളവരാണ്. എൻ്റെ തന്ത ഒന്നും ചെയ്തിട്ടില്ല. തേനീച്ച പിടിക്കാൻ പോവും, എടുക്കാൻ പോവും,
പിന്നെ തേനീച്ച പിന്നെ ഇതിന് റാട്ട് ചെയ്തെടുത്ത് കൊടുക്കുകയും ചെയ്യും, പുറകെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കണമേ, ഇവിടെ എഴുതിയിരിക്കണം വായിക്കുന്നു. നമ്മുടെ പിതാവ് മനസ്സിലുള്ളവനാകിയാൽ നിങ്ങൾ മനസ്സിലുള്ളവരായി അടുക. വിധിക്കരുത് എന്നാൽ നിങ്ങളെ വിധിക്കത്തില്ല, എന്നാൽ ശിക്ഷയ്ക്ക് വിധിക്കുക നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കത്തില്ല എന്ന് എഴുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയുക എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ വാക്യങ്ങൾ കേട്ടവരാണ് ബൈബിളിൽ ഹോനിയാസം അന്ത്രയാസം ദൂഷണ വിധികൾ പറയാതിരിക്കാൻ വേണ്ടി അവരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഇല്ലേ? സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കില്ലെന്ന് ഇവിടെ യേശുക്രിസ്തു പറയുമ്പോൾ അവന്മാരെന്ത് യോബിനെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കില്ലെന്ന് കർത്താവ് ആരെയും ശിക്ഷയ്ക്ക് വിധിക്കല്ലെന്ന് പറയാൻ കാരണം ശിക്ഷയ്ക്ക് വിധിക്കല്ലെന്ന് പറയും. യോബിന് വന്ന സങ്കടങ്ങളും പറയും. യോബിന് ദൈവം വാരിക്കോരി കൃപ കൊടുത്തുകൊണ്ടാണ് തള്ളിപ്പറയാതെ അവൻ അവസാനം വരെ പിടിച്ചു നിന്നും. അവൻ ദൈവത്തിന് അബ്രഹാമിന് ദൈവത്തിന്റെ കൃപ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ. മലയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചവളെ വന്ദനം എന്ന് പറഞ്ഞു. ഇവർക്കെല്ലാം കൃപ കൊടുത്തുകൊണ്ടാണ് നാണമില്ലാതെ ജീവിച്ചത്. കൃപയിൽ നാണം കാണില്ല. കാണൂ, ഒരു പരിശോധന നടത്തുന്ന ഒരു വ്യക്തിക്ക് നാണം കാണും. അതിന്റെ കൃപയില്ലാതെ പരിശോധന നടത്താൻ പറ്റുമോ? നമ്മളെ ആവശ്യമുള്ള കൃപയുണ്ട്. പരസ്യലോകം നടത്താനായിട്ട് കൃപ വേണം. നമ്മളെ ഉള്ളിരിക്കുന്ന കൃപ വേർതിരിയണം. അതൊക്കെ നിൽപ്പുണ്ട്. പരസ്യലോകം നടത്താനുള്ള സാമാന്യം അതിനകത്തേക്ക് ഇനി പ്രത്യേകിച്ച് അടുത്ത കാലപ്പണിയൊന്നും എടുക്കണ്ട, അതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടണം. 3 ദിവസം ആവശ്യപ്പെടുമ്പോൾ തീരും, ചേഞ്ച് ആവും. അന്ന് 3-ാമത്തെ ദിവസം തന്നെ ഈ വീട്ടിൽ പരിശോധന നടത്തും. അന്തം വിട്ടു പോകും ആൾക്കാർ. കൃപാലുവായ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു 2 വാക്യം കൂടെ വായിക്കാം വേഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വിധിക്കല്ലെന്ന് എഴുതി വായിക്കാം നമുക്ക്. സദൃശവാക്യം 24-ാം അധ്യായം 17-ഉം 18 പെട്ടെന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ 17-ഉം 18 സദൃശവാക്യം 24, 17, 18. പ്രൈസ് ദി ലോർഡ്. ഓ നമുക്ക് ഇവിടെ ഇരിക്കുന്നു. ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. വായര് ബാക്കിയുള്ള വായര്. യഹോവ കണ്ടിട്ട് ദൈവത്തിന് ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റിക്കളയുവാനും മതി. നോക്കണം, നീ ദൈവം ശിക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ സർവകൃപാലുമായ ദൈവം ശിക്ഷയ്ക്ക് കൊടുക്കാൻ ശിക്ഷയ്ക്ക് തയ്യാറായിട്ടിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു? അതിക്കറി കളിക്കാൻ പോവല്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപാലുമായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മള് ഭയമുള്ളവരായിരിക്കണം. വേണോ വേണ്ടേ? അതുകൊണ്ട് യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 20, 21 വാക്യം വേഗത്തിൽ വായന. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 മണി വരെ എനിക്ക് സമയമുണ്ട്, എന്നാലും അത്രയും വേണ്ട. 22 കേട്ടില്ലേ? നീ അവനോട് ഇണങ്ങി 20-ാം വാക്യം 20. അവനോട് ഇണങ്ങി നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക. അതിനാൽ നിനക്ക് നന്മ വരും. അതിന്റെ അടുത്ത് മേലെ വാക്യമായി ഞങ്ങളുടെ എതിരാളികൾ അവിടെയാണ് 20-ാം വാക്യമല്ലേ അത്? അതെ. 20-ഉം 21 വായിക്കാൻ പറയാം. 20-ാം വാക്യം വിട്ടിട്ട് 21 വായിച്ചാൽ അതല്ല. 20 നമ്മളെ വചനം അറിഞ്ഞിരിക്കണം. ആര് പ്രസംഗിക്കുന്നവൻ വചനം അറിഞ്ഞിരിക്കണം. വിളിച്ച് നമ്പർ പറഞ്ഞാൽ പറയാം. തുണ്ടിൽ എഴുതി വെച്ച് നമ്പർ വിളിച്ച് പറയരുത്. നീ എന്ത് ചെയ്യണം? കോഴി മുട്ട ഇടണോ? എന്ത് ചെയ്യണം? കോഴിയുടെ പരുവാകുമ്പോ മുട്ടയിടും. അതുപോലെ നീ മുട്ടയിടാൻ തുടങ്ങിയിരിക്കണം. ഈ മുട്ടയ്ക്ക് ഭയങ്കര വിലയുണ്ട്. നിസ്സാരം പോലെ മുട്ട കാണരുത്. അത് വളർത്തി ജീവിക്കുന്നവരില്ലേ? ഭദ്രം കൊണ്ട് ജീവിക്കുന്നവരില്ലേ? മരിക്കുന്ന കാളയ്ക്ക് മുഖകെട്ട കെട്ടാമോ? ആടുകൾക്ക് വേണ്ടിയായും ആടുകൾക്ക് മുഖകെട്ട കെട്ടാമോ? അതിന് വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? വിധിക്കുന്ന കാള, ആട്, ഇതിനൊക്കെ ആഹാരം കൊടുക്കുന്നു. അത് ജോലി ചെയ്ത് പാലിൽ തന്നതിനേഷം അതിന് വെള്ളം കൊടുക്കണ്ടേ? അല്ല 2 പാത്രം എടുത്ത് ഇങ്ങനെ പട്ടിക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മതിയാ? ഇന്ന് പട്ടിക്ക് മോന്തേ വെച്ച് കെട്ടി കൊടുണ്ടേ? ഇത് കടിക്കുന്ന പട്ടിക്കാണ് വെച്ചിരിക്കുന്നത് അല്ലേ? തന്നെ പിന്നെ ഇടിക്കുന്ന കൊമ്പുള്ള ആട് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും ഇല്ല. അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അത് മാത്രം മൊബൈലിൽ വന്നില്ല അല്ലേ? അത് കണ്ടില്ലല്ലേ? അത് കണ്ടേ? ഇതിന്റെ ഈ ബക്കറ്റിന്റെ ഫ്രണ്ടിലുണ്ടല്ലേ തലവണ റബ്ബർ ഷീറ്റ് ഇതിന്റെ മേളിൽ വെച്ച് പൊതി 2.5 ഇഞ്ച് കനത്തിലുള്ളത് ഇതിന്റെ മേളിൽ ഇതില് കയറ്റി ബോൾട്ട് ചെയ്ത് ആ സ്ക്രൂ കയറ്റി അകത്ത് നല്ല ക്ലിപ്പ് ചെയ്തിട്ട്. കാരണം ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഓടിക്കൊട്ടു വീട്ടുകാർ കുത്തുന്ന ഭയങ്കര കുത്തക്കം. ആട് ഇതിന്റെ കുത്തം കാണിച്ചിട്ട് ചെയ്ത് ചെയ്ത് അത് മുന്നിപ്പോൾ ഉടനെ വരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപാലുമായ ദൈവത്തിന്റെ സർവ്വശക്തിയും. അടുത്ത ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കും. ഞങ്ങളുടെ എതിരാളികൾ ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞു പോയി, അവരുടെ ശേഷിപ്പ് തീക്കിരയായി എന്ന് നീ പറയുന്നു. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. നിങ്ങൾ എത്ര പേര് ശത്രുവുണ്ട്? നിങ്ങൾക്ക് എത്ര പേര് ശത്രുവുണ്ട്? അതൊക്കെ 1994 രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം എന്തറിയുമോ, ആദ്യമായിട്ട് ഞാൻ പരസ്യം നടത്താം, എല്ലാം ടാക്സ് അടിച്ചെടുക്കാം, പരസ്യം നടത്താം എല്ലാം പറഞ്ഞു. ഞാൻ ആഴ്ച പള്ളിയിൽ പോവാം, മറ്റേതൊക്കെ പറഞ്ഞ് ഞാൻ പോയില്ല. 1.5 മാസം ദൈവം നോക്കി, 3 മാസം നോക്കി. 3-ാം മാസം ഒരു പ്ലാവ് ഒരാൾക്ക് വാങ്ങി കൊടുക്കാനായിട്ട് ദൈവം ഏർപ്പാട് ചെയ്തു. ആ ഏർപ്പാടിൽ കടന്നുപോയി. ഞാൻ ആ പ്ലാവ് 6000 രൂപയ്ക്ക് ജഗതി പാലത്തിൻ്റെ അപ്പുറത്ത്, ഇന്ന് പെന്തക്കോസ്ത് സഭ ഇരിക്കുന്ന സ്ഥലത്ത്, അന്ന് അവിടെ ആ സഭ ഇല്ലായിരുന്നു, കോളനിയാണ്, വല സൈഡിലോട്ട് പോകുന്ന സ്ഥലം. പെട്രോൾ പമ്പിന് എതിരെ റോഡുണ്ട്. ആ സൈഡിലൂടെ അപ്പുറത്തെ സൈഡിൽ കടന്നു പോകാൻ പറ്റും. വലിയൊരു സഭ അവിടെ വരുന്നതിന് മുമ്പേ 6000 രൂപയ്ക്ക് ഒരു പ്ലാവ് വാങ്ങിച്ചു. ഒറ്റ ഒരു പ്ലാവ് ഇന്നത്തെ 40,000 രൂപയ്ക്ക് മേളിൽ വരും പ്രൈസ്. എന്നിട്ട് അതിൽ നിന്ന് 5 പൈസ തരുവ് വാങ്ങിച്ചില്ല. ഞാനും ഒരു തേങ്ങ വെട്ടുകാരനുമായിട്ടാണ് മുറിക്കാൻ കടന്നു പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ ആ പ്ലാവ് മുറിക്കുന്ന ഒരു കണ്ടീഷൻ വന്നു. ആ ഒരു സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ അപ്പോൾ അതുവരെ എന്ത് ചെയ്തു, പരിശോധന നടത്താം, ട്രാക്ടർ അടിച്ചിറക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. എത്രാമത്തെ എവിടുന്ന് അറിയാം, 6ാമത്തെ പ്രാവശ്യം പരിശുദ്ധാത്മ മറ്റൊരു ദൈവദാസനിൽ കൂടെ എൻ്റെ മേൽ കയറുന്നത്. മറ്റ് 5 പ്രാവശ്യവും ദൈവം എനിക്ക് നേരിട്ട് തന്നു. കളഞ്ഞു കുളിച്ചതിന് ശേഷം 9.25 വർഷം പ്രാർത്ഥിച്ച് പാപിയ എന്നോട് കരുണ കാണിക്കേണ്ട മുഹബത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ചതിന് ഒരു ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് 100-ൽ പരം പാട്ടുകൾ ഒരു അർദ്ധരാത്രികൾ നേരെ വിളിക്കുന്ന പാടി കാള കടന്ന് വിളിക്കുമ്പോൾ പ്രസവ വേദന എടുത്ത് കുഞ്ഞു വെളിയിൽ വരാത്ത ഒരു സ്ത്രീ നിലവിളിക്കുമ്പോൾ ഞരങ്ങുമ്പോൾ ഞാൻ ദൈവസന്നിധി നിലവിളിച്ചു. പക്ഷേ പാപിയാനോട് കരുണ കാണിക്കണം, അത് മാത്രം ഞാൻ പുറത്ത് പറയാതെ അകത്തിരിക്കുന്ന ആത്മാവിനോട് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കർത്താവ് നിനക്ക് ഇഷ്ടമുള്ള കപടമില്ലാത്ത കാപട്യം കാണിക്കാത്ത തന്ത്രം കാണിക്കാത്ത ഒരു ദൈവദാസന്, കുടുംബം നോക്കുന്ന ഒരു ദൈവദാസന് എൻ്റെ അടുക്കൽ അയച്ചു തന്ന് എൻ്റെ ശിരസിൽ തല കൈവച്ച് എനിക്ക് വീണ്ടും നിന്റെ ആത്മാവിനെ തരയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഒരു മനുഷ്യനെ വത്സവമാർന്ന ഒരു അച്ഛന്, അഭിഷേകമുള്ള ഒരു അച്ഛന്, മുങ്ങി സ്നാനം എടുത്തിരുന്ന അച്ഛന് ഇവിടെ അയച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോകുന്നറിയാം. ഞാൻ ചോദിച്ചത് തലയിൽ കൈവയ്ക്കണം. അയാൾ തലയെ കൈവയ്ക്കാതെ തന്നെ ദൂരെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മേൽ ദൈവാത്മാവ് കടന്നു വന്നു. ഞാൻ എന്ത് ചെയ്യുന്നറിയുമോ, ഈ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുന്നു, മരം മുറിക്കാൻ കടന്നുപോയി. ഇതൊക്കെയാണ് ആദ്യം ഞാൻ പറഞ്ഞതെന്ന് പറയും. ആദ്യം ഒരു രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലം ലഭിക്കുന്നു. അതിൻ്റെ രാജ്യത്ത് അന്വേഷിച്ച് ഇറങ്ങാൻ പ്രദേശത്ത് ഇറങ്ങേണ്ട ഞാൻ എന്ത് ചെയ്യുന്ന തൊട്ടിത്തരം കാണിച്ചുകൊണ്ട് അറിയാം. തീറ്റി കുടിയാൻ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കുന്ന പ്ലാവ് മുറിക്കാൻ കടന്നുപോയി. പ്ലാവ് വെട്ടുകത്തി എൻ്റെത്, കോടാടി എൻ്റെത്, കയറി എൻ്റെത്. കൂടെ വന്നവൻ്റെ ഇതൊന്നും ആയുധങ്ങളില്ല. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ഒരു കൊമ്പ് വെട്ടിയിട്ടിരിക്കുകയെന്ന് പൈസ. ഇതൊക്കെ വളഞ്ഞൊരു കൊമ്പ്, എങ്ങനെ അതിൻ്റെ പുറത്ത് തുള്ളിച്ചാടിയാലും അറിയില്ല. അങ്ങനെയുള്ള ഒരു കൊമ്പ്. ഇതാണ് ഇങ്ങനൊരു കാലുണ്ട്, ഇങ്ങനൊരു വളവുണ്ട്, എന്നിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോണ്ട്, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടൊരു വളവ്, അങ്ങോട്ട് എന്തെന്നറിയാം. ഇതിൻ്റെ പുറത്ത് ഞാൻ വന്ന് വിടുന്ന ഇവ മറിയൽ അങ്ങോട്ട് മറിയൽ. ദൈവം എത്ര ക്ലിയറായിട്ട് മനുഷ്യന് പോകാറ്. ഇവിടെ മരം കൊത്തിയ നിങ്ങൾ കണ്ട അതിൻ്റെ കൊത്തലും അതിൻ്റെ റൗണ്ട് വരപ്പ് നോക്കിയുള്ള ഇന്നത്തെ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് കൊൽക്കട്ട ഉണ്ടാകേണ്ടതില്ല. ഈ കൊൽക്കട്ടയും ആ ദൂരം കൂടെ ഒന്ന് കണക്ക് വിട്ടു. നീ ഞങ്ങൾ ഉരുട്ടിയാൽ വേണ്ട ലഡു തന്നെ നോക്കാം. എത്ര ഉരുട്ടിയാലും ഈ കണക്കിന് വരുമോ? ഈ മരം കൊത്തിയത് വരുമോ? വരൂല്ല. ഞാൻ താഴെ പ്രാർത്ഥിച്ച് ഒരു കരിങ്കല്ലും മൂട്ടി കിടക്കണം. ഇതൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ സാധാരണ മരത്തിക്കാരൻ. ഈ കമ്പും ഞാൻ മാറ്റിയിട്ടാണ്. അത് ഞാൻ കണ്ടിട്ട് ആ ഇലകളെല്ലാം കരിഞ്ഞ് ഉളഞ്ഞ് ഒരൊറ്റ ഇല തുടിയാതെ എനിക്ക് തരാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോഴും എനിക്ക് ബുദ്ധി വന്നില്ല. എനിക്ക് ബുദ്ധി വന്നെങ്കിൽ അപ്പോഴും മതിയായിട്ട് പോരണ്ടേ. ഞാൻ ബുദ്ധി വന്നില്ല. മൂട്ടി എന്ന് പ്രാർത്ഥിച്ചിട്ട് മേളിൽ കയറി ഒരു ചെറിയ കൊമ്പ് വെട്ടി താഴെ ഇട്ടതിന് ശേഷം അതിൻ്റെ കുറച്ചുകൂടെ 15 അടിക്ക് മേളിൽ കയറിയതിന് ശേഷം അവിടെ നിന്ന് ഒരു 20 അടിക്ക് മേളിൽ കയറി നിന്നിട്ട് ഒരു കൊമ്പ് വലത്തേ കൈയുണ്ട്. ഞാൻ വെട്ടുന്നതിന് ഇടത്തേ കൈയുണ്ട് കൊമ്പ് ഞാൻ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ആഞ്ഞ് വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ 2 കൈപ്പത്തി നോക്കിക്കൊള്ളണം. 2 കൈപ്പ്. അപ്പോൾ നാട്ടിലെ ഒരു സാത്താനൊന്നും വരണ്ട. ദൈവത്തിൻ്റെ ദൂതൻ മിഖായേലോ അല്ലെങ്കിൽ മറ്റൊരു ദൂതനോ വന്നാൽ മതി. പ്രേക്ഷകർ കൈ ഇങ്ങനെ വെച്ചാൽ മതി. രണ്ട് ഈ സൈഡിലും കൈ ഇങ്ങനെ വെച്ചതും എന്നറിയാം. ഞാൻ പിടിച്ചിരുന്ന കൊമ്പ് ഇണിഞ്ഞ് വന്നു. ഞാൻ വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ പിടിച്ചിട്ടേ ഉള്ളൂ. അത് ഒരിക്കലും പറ്റില്ല. ഈ കനമുള്ള കൊമ്പ് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ വെട്ടിക്കൊടുത്ത കൊമ്പ് അത് പകുതി പോലും മുറിഞ്ഞില്ല. അതിനു മുമ്പേ അതങ്ങ് മുറിഞ്ഞു. ഇതാ എൻ്റെ കൈ ഞാൻ വെട്ടതിയിൽ നിൽക്കുകയാണ്. എനിക്ക് പിടിയില്ല. മറ്റത് ഇടിഞ്ഞ് താഴെ പോയി. ഇതാ പിടിയുന്നു. ഞാൻ വെട്ടത്തി ഞാൻ മേളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.
പെട്ടെന്ന് തന്നെ മനസ്സ് തോന്നി പെട്ടെന്ന് ദൂരേറിയ പെട്ടെന്ന് അറിയാം ഇവിടം ഈ സൈഡ് അടിച്ച് ജോയിന്റ് അടിച്ച് ഇത്രയും പൊക്കി നിന്ന് എൻ്റെ പുറത്ത് വന്ന് വീഴുന്ന അവിടെ കിടന്ന് അട്ട ചുള്ളും പോലെ കിടന്നു കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ എന്നോട് നീ ക്ഷമിക്കണം, ഈ പാപി അതിനോട് കരുണ കാണിക്കണം, ഒരിക്കൽ കൂടെ എൻ്റെ വീട്ടിൽ എത്താനുള്ള കൃപ തരണം. സൗഖ്യമാകാനല്ല പ്രാർത്ഥിച്ച് വീട്ടിൽ വരാനുള്ള കൃപ. ഇനി വീട്ടിൽ വരാൻ പറ്റത്തില്ല. ഒരു പെട്ടിയാട്ടയിൽ എന്നെ കയറ്റി അതുവരെ കൊണ്ടുവന്നു. ഞാൻ എങ്ങനെ ഇനി വന്ന് ഇവിടെ കയറി എൻ്റെ സഹോദരി അടിച്ച് പിറ്റായി വരണമെന്ന് അവിടെയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഞാൻ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങണ ഈ നടയിലാണ്. ഇവിടെ എൻ്റെ ടൈൽസൊക്കെ ഞാൻ അതിന് വേണ്ടി ഞാൻ തന്നെ ഭാവി അതിനകത്ത് അവിടെ കിടക്കും. അവിടെ തന്നെ ഞാൻ കിടന്നു. ഒരു രാത്രി 11 ഇതിനിടയ്ക്ക് ട്രാഗി സാറിൻ്റെ വൈദ്യൻ്റെ അടുത്ത് ഞാൻ കടന്നുപോയി. അയാൾ കുറേ കുടിക്കാൻ ഔഷധം തന്നു. തടവിയൊന്നുമില്ല. അവിടെ കുടിച്ചാൽ ഒന്ന് മാറി എണ്ണ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് വിട്ടു. ഞാനിവിടെ നിന്ന് രാത്രി 11 മണിയായപ്പോൾ എൻ്റെ ശരീരത്തിന് ജീവൻ പോകുന്ന അനുഭവമായപ്പോൾ മനസ്സിൽ എൻ്റെ മൗനം കൊണ്ട് ഇതൊക്കെ ഞാൻ ഇതുവരെ വേദന കൊണ്ട് ഇവിടെ നിലവിളിച്ചിട്ടില്ല. ഒരു മനുഷ്യരും കേൾക്കത്തക്കയിൽ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ സർവ്വശക്തിയുള്ള ദൈവം എൻ്റെ കൂടെ വാസം ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പയ്യെ വിളിച്ചാൽ കേൾക്കാൻ എൻ്റെ ഹൃദയങ്ങൾ അനങ്ങിയാൽ മതി. അകത്തിരിക്കുന്ന സാധനം അത് അറിഞ്ഞുകൊള്ളും എന്നുള്ള ചിന്ത ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിന് വേറൊരു കുഞ്ഞുങ്ങളുടെ അടുത്ത് വിളിക്കാൻ പോയില്ല. നാറ്റുന്നവരടുത്ത് വിളിക്കാൻ പോയില്ല. അവനിന്ന് വേണമെന്ന് പറയുന്നിടത്ത് ഞാൻ വിളിക്കാൻ പോയില്ല. എൻ്റെ വിളി ഞാൻ ഉറച്ചുകൂടെ വിളിച്ച ആൾക്കാർ പറയും, അവന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. എൻ്റെ വഴിപാട് ഏറ്റ് ഒരു കുളിച്ച ചിരിഞ്ഞി ഇന്ന് നമുക്കൊരു 50 ഏത്തപ്പം ഉണ്ടാക്കണം എന്ന് പറയില്ലേ സന്തോഷം കൊണ്ട് പറയും. അതുകൊണ്ട് നോക്കിയോളാം. ഞാൻ മകനോട് പ്രാർത്ഥിച്ച കർത്താവേ എനിക്ക് സൗഖ്യം തരണമേ എന്ന് പറയും. കണ്ണടച്ചുകൊണ്ടതിന് ആ കിടപ്പ് എനിക്ക് സഹിക്കാൻ വയ്യ. ഇവിടെ ജീവൻ പോവേണം എനിക്ക്. ജീവൻ പോകുന്ന അനുഭവം. എന്നിട്ട് ഇവിടെ ആഴത്തിൽ ഞാൻ വിളിക്കില്ല. ഞാൻ മൗനമായിട്ട് ആഴത്തിൽ നിന്ന് വിളിക്കുകയാണ്. ആഴത്തിൽ നിന്ന് വിളിക്കുകയാണ്, കർത്താവേ എനിക്ക് സൗഖ്യം തരണം. മൗനമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സൗഖ്യം തരണം. നീ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ നാളെ ഞാൻ ആസ്പത്രി പോകുന്നു. ഏത് ആസ്പത്രി പോകുമെന്ന് ഞാൻ രണ്ടാമത്തെ ശബ്ദം കേൾക്കുകയാണ്. ഒരിക്കൽ തീ കത്തിപ്പിടിച്ചുകൊണ്ട് ബൈബിൾ എടുക്കാൻ പറഞ്ഞു. ഞാൻ അന്നത്തെ ശബ്ദം കേട്ടു. ഇത് കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കാൻ പറഞ്ഞു, രണ്ടാമത്തെ ശബ്ദം. ഇതാ മൂന്നാമത്തെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ മനസ്സിലായി. 1977 ദൈവശബ്ദം കേട്ടതിന് ശേഷം ഇതാ ഇപ്പം കേൾക്കണ 1994 ദൈവം അടിച്ചു പിടിച്ച ശരീരത്തിന്മേൽ പറയണ മനസ്സിലായി. വളർന്നു നോക്കിക്കോ ഏത് ആസ്പത്രി പോകുന്നത്. അപ്പോൾ ആസ്പത്രിയിൽ ആരെ അണ്ടറിലാണ് ഡോക്ടർമാരെ ഒന്ന് മനസ്സ് തിരിച്ചവന് ആള് ചാവാനും അതുപോലെ പ്രൈസലാണ്. അവൻ്റെ ഓപ്പറേഷൻ സക്സസ് ആവുമോ? പ്രൈസലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നാളെ ഞാൻ ആയുർവേദ കോളേജിൽ കടന്നു പോകുന്നു. മൗനമായിട്ട് ചോദിച്ചെടുത്ത് എന്നെ പറഞ്ഞ് ആൻസർ വെച്ചു. എന്നിട്ട് ഞാൻ ഉടനെ തിരിച്ച് ഞാൻ പറയുന്നു, ദൈവമേ എനിക്ക് നീ സൗഖ്യം തരുവാൻ ശക്തനായ ദൈവം, ഞാൻ ആസ്പത്രി പോകില്ല എന്ന്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്കൊരു കാണുന്നിരുന്നു. ഈ ഇതിനേക്കാളും പൊക്കമുള്ള ഒരു വാതിൽ, കുറേക്കൂടെ വീതിയുള്ള വാതിലിനകത്ത് ഭയങ്കരമായൊരു വെളിച്ചം കാണിച്ചതുണ്ട്. പെട്ടെന്നൊരു അസ്ഥികൂടം അതിനകത്ത് നിൽക്കുകയാണ്. ആ അസ്ഥികൂടത്തിനകത്ത് ഞരമ്പ് വരെയാണ്. ഞരമ്പ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞരമ്പ്, വെള്ള ഞരമ്പ്, വെള്ളയിലുള്ള ഞരമ്പ് പറഞ്ഞു മനസ്സിലായി. ആ ഞരമ്പിനകത്ത് രക്തം നിറയ്ക്കുമ്പം കളർ മാറിയാണ്. ഞരമ്പിൻ്റെ കളർ മാറുന്നു അല്ലേ? അങ്ങനെയല്ലേ കളർ മാറുള്ളൂ. അല്ലാതെ വെള്ളയാണ് അത് ഞരമ്പ്. പ്രൈസ അതിൽ രക്തം നിറച്ചു. അത് കഴിഞ്ഞിട്ട് കൊടിയ കാറ്റടിക്കുമ്പോൾ ഒരു കാറ്റ് വന്നു. എനിക്കപ്പോൾ ദൈവം ജീവൻ തന്നു, സൗഖ്യം തന്നു. എഗേസ്കേൽ പ്രവചനം 37:6 വാക്യത്തിൽ കൂടെ ദൈവം എനിക്ക് സൗഖ്യം. ഞാൻ ആ രാത്രി തുള്ളിച്ചാടി ഡാൻസ് കളിച്ചു. എൻ്റെ ഭാര്യ വിചാരിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. പ്രൈസറോ എൻ്റെ മക്കൾ വിചാരിച്ച് ഭ്രാന്തനായെന്ന്. നമ്മൾ ഇനി രക്ഷപ്പെട്ടത്. പ്രൈസറോ അല്ലേ? അപ്പം ആത്മാവ് വരുമ്പോൾ എല്ലാവരും പറയും വേറെ ഭ്രാന്ത് പിടിച്ചെന്ന് പറയും അല്ലേ? ഭ്രാന്ത് ആത്മാവുള്ളൊരു ഭ്രാന്ത് അഭിനയിക്കുന്നൊരു ധാരാളമുണ്ട് അല്ലേ? ഇല്ലേ? ഈ അടുത്ത കാലത്ത് ഒരു ദേവദാസൻ്റെ വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞ മാസം ഒന്നും കണ്ടില്ല എന്ന്. അത് എനിക്ക് പെട്ടെന്ന് മാനസികമായൊരു വിഭ്രാന്തി ഉണ്ടായപ്പോൾ ഞാൻ പെരുക്കട ഊളമ്പറ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോഴൊക്കെ ഒരു 3 ആഴ്ചത്തേക്കുള്ള മരുന്ന് എഴുതുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറിജിനൽ ഭ്രാന്തനായി മാറി. സത്യം. കള്ളം പറഞ്ഞ് ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ ചെയ്യും? ദൈവം ഭ്രാന്തി തന്നെ ആക്കി. പിന്നെ എവിടെ ശാസ്ത്രമകലത്ത് 3 മാസം കിടക്കേണ്ടി. അതിലെ ഒരു പാവപ്പെട്ട ദേവദാസന്റെ കരുണയാൽ 2-3 വീടുകളിൽ അയാൾ ചെന്നായിരുന്നു ഇങ്ങനെ ഒരു സഹോദരൻ അബദ്ധം പറ്റി കിടക്കുകയാണ്.
വിഷയങ്ങളൊന്നും പറഞ്ഞില്ല, എങ്കിൽ ആരും കൊടുക്കില്ല, കൊടുക്കും, ഒരിക്കലും കൊടുക്കും. ആ ഒറ്റ ദൈവദാസൻ അയാൾക്ക് വേണ്ട സകല കാര്യങ്ങളും ചെയ്തു. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ ഒരു സഹോദരൻ എഴുതി കിടന്നാൽ ചെയ്യിപ്പിക്കാൻ ആൾക്കാരുണ്ട്. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് 2 വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. 69-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ലജ്ജിച്ചു പോകരുത്. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു. ലജ്ജ എന്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ചു പോകരുതേ. ഇതുപോലെ വായിച്ച് കാണാതെ പഠിച്ച് വെച്ചോളും. അടുത്ത വളരെ 106-ാം സങ്കീർത്തനം 4-5 വാക്യം കൂടെ. എല്ലാത്തിനും ഇടയില്ലാത്ത ഒരു വാക്യമില്ല. ഉണ്ടാ ഇടയില്ലാത്ത വാക്യം എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന് നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിന് നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിന് നിന്റെ ജനത്തോടുള്ള കടാക്ഷ പ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണം. 26-ാം സങ്കീർത്തനം 17-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 26-ാം സങ്കീർത്തനം 12 വരെ ഉള്ളൂ. 26-ന്റെ 17, 26 സദൃശവാക്യം. സദൃശവാക്യം സങ്കീർത്തനമല്ല, സങ്കീർത്തനമാണ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 26-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവർ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ പിടിക്കുന്നവനെ പോലെ. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഭയപ്പെടുന്നവരായിരിക്കണം. നമുക്ക് 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമായി സദൃശാകി 22-ന്റെ നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരെയുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടത് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒരു പ്രസംഗത്തിന് പോകുമ്പോഴും ഒരു രോഗി സുഖമില്ല കിടക്കുമ്പോഴും ഈ പരിജ്ഞാന സാരസംഗതികളാ വചനങ്ങൾ ഏതാണ്? ആ പരിജ്ഞാന സംഗതികളിൽ ഒരു വചനമാണ് എബ്രായർ 5:7. വായിക്കണ്ട. എബ്രായർ 5 വായിച്ചാലും കുഴപ്പമില്ല. മോഹൻദാസ് വരുന്നവരെ വായിക്കാം. എബ്രായർ 5:7 വളരെ ശ്രദ്ധിക്കണം. പരിജ്ഞാന സംഗതികളിൽ അടങ്ങിയ വചനമാണിത്. ക്രിസ്തു തന്റെ ഐകിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. വായിക്കാം. റോമർ 8:11. ഇതാണ് പരിജ്ഞാന അടങ്ങിയ യേശുവിനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അപ്പൊ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ആരുടെ ആത്മാവാണ്? അത് പറയാൻ പറ്റൂലേ?
ഇനിയെങ്കിലും പറയും യഹോവയായ ദൈവത്തിന്റെ ആത്മാവ്. ആ, സ്തോത്രം. Praise the Lord. അതാണ് നമ്മുടെ എഴുതിയിരിക്കുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വെളുപ്പിച്ച് യേശുവിന്റെ ആത്മാവ് പിതാവായ ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ഏത് ദൈവം? അതുകൂടെ പറയണം. പിതാവായ ദൈവം. ആ യഹോവ നേരത്തെ വേണം. ആമേൻ. ഒരുപാട് ദൈവങ്ങളുണ്ട്. ഇരിക്കുന്നവർ വിചാരിക്കും അവരുടെ ദൈവമാണെന്ന്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യും? യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് അല്ലേ? അടുത്ത വാക്യമായി അത് തന്നെ വായി. യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് അപ്പൊ നമ്മളിൽ വസിക്കുന്ന ആരാടാ? ദൈവത്തിന്റെ ആത്മാവ്. ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇനി ഒരു സാരസംഗതിയായ വചനം സാദൃശ്യവാക്യം 18:14. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കും? സാദൃശ്യവാക്യം 24:10-11-12. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം. നമ്മളൊക്കെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആത്മാവുള്ളവരാണ്. പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, പ്രസംഗിക്കും. നേരെ വെളുക്കുന്ന 24 മണിക്കൂർ പ്രസംഗിച്ച ചരിത്രങ്ങളുണ്ട്. ഇല്ലേ? വേണ്ടേ? കർത്താവിന്റെ അടുത്ത് മൂന്ന് ദിവസം 3 നാളുകളാൽ നിന്നില്ലേ? ഇല്ലേ? ഉണ്ടായിരുന്ന കർത്താവ് എത്ര സമയം പ്രസംഗിച്ചു? അർദ്ധരാത്രിയിൽ എന്ത് ചെയ്തു? അയാൾ പ്രാർത്ഥിക്കാൻ കയറി. ഇല്ലേ? കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അർദ്ധരാത്രിയിൽ എന്ത് ചെയ്യും? ഒരുങ്ങി നാളെ രാവിലത്തേക്കുള്ള പിതാവിനോട് അപേക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും ഒരുക്കുകയാണ്. തന്റെ ജനത്തെ പിടിപ്പിക്കാൻ യേശു ക്രിസ്തു ഒരുങ്ങി നിന്നു. അല്ലേ? അങ്ങനെയല്ലേ പ്രാപിച്ചേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെ പിന്നെ എന്തിനാണ് അവിടെ പ്രാർത്ഥിച്ചത്? ജീവൻ കിട്ടാൻ, എല്ലാരെയും സമൃദ്ധിയാ പിടിപ്പിക്കാൻ വേണ്ടി. അല്ലേ? ആ വാക്യം വായി. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക, കൊലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ രക്ഷിപ്പാൻ ഇവരാരെന്ന് കണ്ടുപിടിച്ചവരെ ചെയ്യണം. ഇതാണ് പരിജ്ഞാന സാര സംഗതി അടങ്ങിയ വചനങ്ങൾ. ഈ വചനങ്ങൾ നമ്മളെ ഉണ്ടായിരിക്കണം. മരിച്ചവരെ രക്ഷിക്കാൻ വേണ്ടി. മരണത്തിന് കൊണ്ടുപോകുന്നവർ എവിടെയൊക്കെ കൊണ്ടുപോകും? മരണവിധി എവിടെയൊക്കെ കിട്ടും? ജയിലിൽ കിട്ടും. അല്ലേ? മരണവിധി അവിടെയെല്ലാം ഉണ്ടാവണം. കോടതി ഉണ്ടാവില്ലേ? അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് എന്ത് ചെയ്യണം? കോടതി എന്തിനാണ്? കപടവും കാപട്യവും നടക്കണം. അല്ലേ? 57 പേരാണ് എനിക്ക് കള്ളസാക്ഷികളെ വെച്ച് നിർത്തിയത്. 57 പേര് എന്നെ കുരുക്കിലാക്കാൻ വേണ്ടി പെന്തക്കോസ് കുടുംബങ്ങൾ കൂടെ ചേർന്നുകൊണ്ട് കളിച്ചു. പക്ഷേ ഈ 57 അവിടെ പൊളിച്ചടുക്കി കൊടുത്തു. ആര്? ദൈവം അടുക്കി കൊടുത്തു. ഞാൻ സേവിക്കുന്ന ദൈവത്തിന് തന്നെ എനിക്ക് നീതി കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കർത്താവിന് തന്നെ നോക്ക്. അബ്രഹാമിനോട് പറഞ്ഞ എന്താണ്? നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവർ എന്ത് ചെയ്യും? ഇതും പരിജ്ഞാന സാധ്യത സംഗതികളെ അടങ്ങിയ വചനമാണ്. നമുക്ക് ആരെയും ശപിക്കാൻ അധികാരമില്ല. അത് ശപിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശപിക്കരുത്. ദോഷങ്ങൾ കണ്ടുകൂടാത്തവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനും ഹബക്കൂക്കിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമോ 3:1-14 തോന്നും. അത് നോക്കിക്കോളും. പിന്നീട് വായിച്ചാൽ മതി, ഇപ്പോൾ വായിക്കണ്ട. കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിജ്ഞാന സാധ്യത കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടോ? പക്ഷേ സ്നേഹിക്കാൻ ദൈവം തന്നു. നോക്കിയാണ് വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ള പരിജ്ഞാന വചനങ്ങൾ ഹൈന്ദവരെടുത്ത് കടന്നു പോകുമ്പോൾ, മുസ്ലിങ്ങളുടെ അടുത്ത് കടന്നു പോകുമ്പോൾ യോഹന്നാൻ സുവിശേഷം 14:14, യോഹന്നാൻ സുവിശേഷം 16:24, യോഹന്നാൻ സുവിശേഷം 7:15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഇവിടെ സങ്കീർത്തനം 110-ന്റെ 1-2 വാക്യങ്ങൾ, ഇത്തരമെല്ലാം പരിജ്ഞാന സംഗതിയിൽ അടങ്ങിയ വചനങ്ങൾ. ആരാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവൻ? എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവാശി കൊടുക്കും. ഇതെല്ലാം പരിജ്ഞാന സാധ്യതയാണ്. അപ്പൊ അവൻ്റെ അടുത്ത് കീഴടങ്ങുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? പരിജ്ഞാന വചനങ്ങൾ അവന്റെ മുമ്പായി നിർത്തി വെച്ച് അതിന് കീഴടങ്ങാൻ സമയം. 2 ദിനവൃത്താന്തം 7:14 അതും കീഴടങ്ങി കൊടുക്കാനുള്ള വചനം അവനെടുക്കാൻ. ഇതൊക്കെയാണ് പരിജ്ഞാന സാധ്യത. ഇത് ജനത്തെ പഠിപ്പിക്കുന്നില്ല ആരും. പക്ഷെ നമ്മളെല്ലാവരും ഈ വചനം നമ്മൾ കാണാൻ പഠിച്ചിരിക്കണം. പച്ചവെള്ളം പോലെ അരക്കി വെച്ച് കഴിച്ചിരിക്കണം. എന്നാൽ ഇത് ജനത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് കാണാതെ പഠിപ്പിച്ച് വെച്ചിരിക്കണം. പക്ഷേ ആ സമയത്ത് ജനത്തിന് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അത് മറന്നു പോകും. പക്ഷേ അത് ഓർമ്മയിൽ വരുമ്പം എവിടെയെങ്കിലും ടിക്ക് ചെയ്ത് ഇട്ട് വയ്ക്കണം. ആ വചനം മറന്നുപോകരുത്. മറ്റൊരു കുറിപ്പിലെങ്കിലും എഴുതി ഓർമ്മപ്പെടുത്തണം. എല്ലാം പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ കയറി വരും. നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും 3-4 വചനങ്ങൾ ഒരുമിച്ച് കയറി വരും. വരില്ലേ? വരില്ലേ സൗകര്യം? ഉണ്ടായിരിക്കണം. വരുവരില്ലേ? 2-3 വചനങ്ങൾ കയറി വരില്ലേ? വരും. അപ്പൊ എല്ലാം നമുക്ക് അവിടെ നിർത്തേണ്ടതാണ്. പക്ഷേ അത് ചിലർക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് നീയും കറക്റ്റായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു പോകും. അങ്ങനെയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി ദൈവം ചെയ്യും. ആ തലമുറയിൽ തന്റെ മക്കൾ ശ്രദ്ധയോട് നിൽക്കുന്നു നോക്കാൻ വേണ്ടിയാണ് ആ വചനങ്ങൾ നമ്മളെ കയറിയാണ്. അല്ല നിങ്ങളെ കൊല്ലാനോ നിങ്ങളെ പഠിപ്പിക്കാനോ നാട്ടാനല്ല പഠിപ്പിക്കുന്നത്.
എൻ്റെ കുഞ്ഞുങ്ങൾ ഓർമ്മയോട് തന്നെയാണ് നിൽക്കുന്നത് നോക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നു. അത് കൊടുക്കും. അവൾ പ്രസംഗത്തിൽ മുന്നേറി വരാൻ വേണ്ടി അവൻ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച് നിൽക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് ഒത്തവണ നമ്മൾ അവന് ചെവി അയച്ചു കൊടുക്കുകയും ആ ഭയഭക്തിയോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഭയഭക്തിയും വിറയലോടും കൂടി തന്നെ പ്രാർത്ഥിക്കണം. അറിവും ജ്ഞാനങ്ങളും തരുന്ന ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് ഈ തിരുവചനങ്ങളാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസനെ ഈ സമയം ഞാൻ കൊടുക്കുകയാണ്. കൃപാലുമായി ദൈവം നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടില്ലേ?